ഹായ് ഗായ്സ്, അപ്പം ഇച്ചു ആൻഡ് കോയിലെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സാധാരണ ഞാൻ ചെയ്യുന്ന വ്ളോഗുകളെല്ലാം തന്നെ അൺപ്ലാൻഡ് ആയിരിക്കും. എന്നാൽ ഇത് ഞാൻ വെൽ പ്ലാൻഡ് ആയിട്ട് നേരത്തെ പറഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ച് എടുക്കണമെന്ന് കരുതിയ വ്ളോഗാണ്. ആദ്യം പാളിയത് ഇവിടെയാണ്. ഞാൻ ഉദ്ദേശിച്ച ഒരു ഓണച്ചന്ത പരിപാടിയല്ലായിരുന്നു, അവിടെ ഒരു ഓണം ഫെയർ ആയിരുന്നു നടന്നത്. എന്നാൽ പിന്നെ ചാല മാർക്കറ്റിലേക്ക് പോകാമെന്നും കരുതി അങ്ങോട്ട് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ, ഗൈസ് ഷോപ്പൊക്കെ അടച്ചു. നമ്മൾ ലേറ്റ് ആയതാണോ ഷോപ്പൊക്കെ നേരത്തെ ക്ലോസ് ആയതാണോ ഷോപ്പൊക്കെ അടച്ചു. അങ്ങനെ എൻ്റെ പരിപാടി രണ്ടാമതും പാളിയിരിക്കുന്നു. പിന്നെ അവിടെ കുറച്ച് ഷോപ്പൊക്കെ ഓപ്പൺ ആയിരുന്നു, അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എല്ലാവരും ഷോപ്പ് ക്ലോസ് ചെയ്യുന്ന തിരക്കിലായതുകൊണ്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും തന്നെ ചെക്ക് ചെയ്യാൻ സാധിച്ചില്ല. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേയുടെ ഭാഗമായിട്ട് കുറേ കടകൾ ഓപ്പൺ ആയിട്ടുണ്ട്. പരിപാടി ഒന്നും തന്നെ നടക്കാത്ത സ്ഥിതിക്ക് ഇനി ഫുഡ് അടിച്ച് വീട്ടിലേക്ക് മടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിക്കുന്നു. അങ്ങനെ ഞങ്ങൾ എത്തുന്നത് ഈ ഖലീഫ മന്തിയിലേക്കാണ്. എനിക്കവിടുത്തെ ഫുഡിനെക്കാട്ടി ഇഷ്ടപ്പെട്ടത് അവിടുത്തെ ആംബിയൻസും അവിടുത്തെ കസ്റ്റമർ സർവീസുമാണ്. പണ്ട് മന്തിപ്രിയരായിരുന്ന ഞങ്ങൾ കുറേ നാളായിട്ട് ഇപ്പം മന്തിയിൽ നിന്നും ഒരു ഗ്യാപ്പ് എടുത്തിരിക്കുകയാണ്. ആ ഗ്യാപ്പ് ശരിക്കും നികത്തണം എന്ന ഉദ്ദേശം കൂടി ഇതിന് പിന്നിലുണ്ട്. ഇതിനു മുമ്പ് ഞങ്ങൾ സ്ഥിരമായിട്ട് മന്തി കഴിച്ചുകൊണ്ടിരുന്നത് സെക്രട്ടേറിയറ്റിനടുത്തുള്ള ബാർബിക്യൂ സ്പേസിൽ നിന്നായിരുന്നു. അവിടുത്തെ ചാർക്കോൾ മന്തി അയവാ ഇപ്പോഴും അടിപൊളിയാണ്. ഇത് കൊള്ളാലോ. ഒരു 4-5 പേരൊക്കെ അറിയാവുന്നവരുണ്ട്. നിങ്ങൾക്കറിയാവുന്നവരെ കമൻറ്റ് ചെയ്യണേ. ഇപ്പോൾ പുറത്തിറങ്ങാൻ ഞങ്ങളെക്കാട്ടി ഇഷ്ടം ഇച്ചുവിനാണ്. പിന്നെ ഞങ്ങൾ ഓർഡർ ചെയ്തത് പെരി പെരി അൽഫാം മന്തിയാണ്. പെരി പെരി ഞങ്ങളുടെ ഒരു ഫേവറേറ്റ് തന്നെയാണ്. ഖലീഫ മന്തിയിലാണ് വന്നിരിക്കുന്നത്. നല്ലൊരു മന്തി കഴിച്ചിട്ട് കുറച്ച് ദിവസം. പിന്നെ ഇത് അവിടെ ഇരുന്നൊരു ചെറിയ സംഭവമാണ്. ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ടു. ബെസ്റ്റ് ഫോർ യുവർ ഗട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ലൊരു കോട്ടിങ്സൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ട്. മുന്നേ ഞാൻ അവരുടെ കസ്റ്റമർ സർവീസിനെ പറ്റി പറഞ്ഞില്ലേ, ഇച്ചു അവിടെ ഇരുന്ന് ചെറുതായി ബഹളം വെച്ച് തുടങ്ങിയപ്പം ഫുഡ് കൊണ്ടുവന്ന ഉടനെ തന്നെ അവർ വന്ന് ഇച്ചുവിനെ കൊണ്ടുപോയി നല്ല രീതിയിൽ അവർ കളിപ്പിച്ചിട്ടുണ്ട്. ശരിക്കും നമ്മളിപ്പോൾ മിക്ക ഹോട്ടലിൽ പോയാലും ആരെങ്കിലും വന്ന് കുഞ്ഞിനെ നമ്മുടെ അടുത്ത് നിന്ന് എടുക്കണോ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷേ അവന് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു സമാധാനവും കാണത്തില്ല. അതുകൊണ്ട് തന്നെ അവനെയും കൈ വെച്ച് എങ്ങനെയൊക്കെ ഞങ്ങൾ കഴിക്കും. അവനെ കൈ വെച്ചിട്ട് നമ്മൾ കഴിക്കുന്നതിനേക്കാൾ ബുദ്ധിമുട്ടാണ് അവനെ മറ്റൊരാളുടെ കയ്യിൽ ഏൽപ്പിച്ച് നമ്മൾ സുഖമായിട്ട് കഴിക്കുന്നത്. അതെന്തോ നമുക്ക് പറ്റില്ല. പിന്നെ ഇവരുടെ ഈ സാലഡ് ഒരു രക്ഷയില്ല, ഭയങ്കര അടിപൊളിയായിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ സാലഡ് മാത്രമാണെങ്കിലും ഞാൻ കഴിക്കും. പിന്നെ ഒരു പൈനാപ്പിൾ ലൈമും കൂടെ അടിച്ച് നമ്മൾ പതുക്കെ ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.